നെയ്ച്ചോറിൻ്റെ കൂടെയും പാലപ്പത്തിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു നാടൻ കോഴിക്കറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് കനം കുറഞ്ഞരിഞ്ഞ സവാള എടുക്കുക, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഈ ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിനകത്തേക്ക് പച്ചമുളകും നീളത്തിലരിഞ്ഞ നല്ല പഴുത്ത തക്കാളിയും കൂടിയും ചേർക്കണേ. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ പൊടികളൊക്കെ ചേർക്കുമ്പോൾ ഒരു പൊടി ഇടണ്ട കേട്ടോ. അതായത് നമ്മുടെ ഗരം മസാല ചേർക്കണ്ട, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്രയും പൊടികൾ മാത്രം ചേർത്ത് കുറച്ച് വേപ്പിൻ്റെ ഇലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അയ്യോ, ഒരു കാര്യം മറക്കരുത്, ഉപ്പ് ചേർക്കാൻ മറക്കരുത് കേട്ടോ. മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടീസ്പൂൺ ഒന്നും ഉപയോഗിക്കരുത്, നമ്മൾ കൈ തന്നെ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. 2-3 മിനിറ്റ് അധികം നേരം നന്നായിട്ട് തിരുമെടുക്കണം കേട്ടോ. ഇതെല്ലാം തിരുമണ സമയത്ത് നല്ലൊരു സ്മെല്ല് വരെ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഒരു മീഡിയം സൈസിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് ആട്ടോ ചേർക്കേണ്ടത്. ഉരുളൻകിഴങ്ങ് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. നമ്മൾ എത്രത്തോളം നേരം മിക്സ് ചെയ്യണോ അത്രയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറിക്ക് ഉണ്ടാവുക. ഇനി ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നാടൻ കോഴിയാട്ടോ ഞാൻ ചേർക്കണത്. ഈ വേവിച്ച് വെച്ച വെള്ളമൊക്കെ ചേർത്തിട്ടായിരിക്കും ഇനി ഇത് മിക്സിങ് ഉണ്ടാവുക. ഞാൻ പറഞ്ഞല്ലോ, ഇതേപോലെയുള്ള നാടൻ കറികൾക്കൊക്കെ മിക്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് എത്രത്തോളം നേരം മിക്സ് ചെയ്യണോ അത്രയും ടേസ്റ്റ് ആയിരിക്കും ആ കറിക്ക് ഉണ്ടാവുക. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ചൊറുക്കയും കൂടി ഒഴിച്ചിട്ടായിരിക്കും ഇനി ഇത് മിക്സിങ് എന്ന് പറയുന്നത്. ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും നമുക്ക് മിക്സിങ് കുറച്ച് കൂടുതലായിരിക്കും. നല്ലോണം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് 2-ാം പാലോ അല്ലെങ്കിൽ 3-ാം പാലോ ചേർക്കാം. ഞങ്ങളിവിടെ 2-ാം പാലും 3-ാം പാലും ഒരുമിച്ചാട്ടോ ചേർക്കണത്. അതും കൂടി നന്നായി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ മൂടി വെച്ച് നന്നായിട്ട് ഞങ്ങൾ തിളപ്പിക്കും. നന്നായി തിളച്ച് കുറച്ചൊക്കെ വെള്ളം വറ്റിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ ആ മൂടിയൊക്കെ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുള്ളൂ. ഓൾറെഡി വേവിച്ച് ചിക്കൻ ചേർത്തതുകൊണ്ട് ചിക്കൻ വേവോ എന്നുള്ള പേടി വേണ്ട. നമ്മൾ ഉരുളൻകിഴങ്ങൊക്കെ വെന്തു, പിന്നെ ഉപ്പെല്ലാം കറക്റ്റ് ആണെങ്കിൽ സ്റ്റൗ ഒന്ന് ചെറുതാക്കുക. സ്റ്റൗ ഒന്ന് ചെറുതായി തിളയൊക്കെ ഒന്ന് നിന്ന് കഴിയുമ്പോൾ അതിനകത്തേക്ക് 1-ാം പാല്, അതായത് കട്ടി തേങ്ങാപ്പാൽ ഒഴിക്കണം. കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളപ്പിക്കാൻ പാടില്ല, പെട്ടെന്ന് പിരിഞ്ഞു പോകും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തിള പൊട്ടി വരുമ്പോൾ തന്നെ നമ്മൾ സ്റ്റവ് ഓഫാക്കി പാത്രം മാറ്റി വെക്കണം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് കാച്ചൊഴിക്കുക എന്നുള്ള പരിപാടിയാണ്. കാച്ചൊഴിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പൊടികളൊന്നും ചേർക്കില്ല. ചുവന്നുള്ളി, വേപ്പിൻ്റെ ഇല, വറ്റൽമുളക്, ഈ 3 ഐറ്റം മാത്രം വെളിച്ചെണ്ണയിലിട്ട് നല്ലോണം മൂപ്പിച്ചതിന് ശേഷം ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ ഈ കറിയിലേക്ക് അങ്ങോട്ട് കാച്ചൊഴിക്കുക. കറിയിലേക്ക് ഈ താളിച്ചൊഴിക്കുമ്പോൾ ഒരു സ്മെല്ല് വരും കേട്ടോ. ആ സ്മെല്ലടിച്ചാൽ തന്നെ നമുക്ക് കറി കഴിക്കാൻ കൊതിയാകും. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വെക്കണം. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുള്ള കറിയാണെങ്കിൽ കുറച്ച് ചൂടാറിയതിന് ശേഷം കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അങ്ങോട്ട് കിട്ടുള്ളൂ. കറി ചൂടാറുന്ന സമയം കൊണ്ട് ഞാനൊരു നെയ്ച്ചോറും കൂടി ഉണ്ടാക്കി. കുറച്ച് നെയ്ച്ചോറും കുറച്ച് സർലാസും കുറച്ച് അച്ചാറും പിന്നെ നമ്മുടെ നാടൻ കറിയും കൂടെ ഒഴിച്ച് അങ്ങോട്ട് പിടിക്കാല്ലേ. പിന്നെ നാടൻ കോഴിക്കറി കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട, ബോയിലർ ചിക്കൻ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ വെക്കാം. ഈ ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത് എന്ന് പറയുന്ന പോലെ നാടൻ കോഴിക്കറിയുടെ ആ ടേസ്റ്റ് നമുക്ക് ബോയിലർ ചിക്കൻ വെക്കുമ്പോൾ കിട്ടില്ല കേട്ടോ. പിന്നെ നെയ്ച്ചോറിനും പാലപ്പത്തിനൊപ്പം മാത്രമല്ല, നല്ല ബ്രെഡോ അതുപോലെ തന്നെ നല്ല ചൂട് പൊറോട്ട ഉണ്ടെങ്കിലും നമുക്ക് ഈ കറി നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആട്ടോ. എന്തായാലും ചിക്കനും ഉരുളൻകിഴങ്ങൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഞാൻ പോയത് കഴിക്കട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഓക്കെ, ബൈ.